പൊതിച്ചോർ വിതരണത്തിൽ രാഷ്ട്രീയം കാണേണ്ടായെന്ന് കെ സുരേന്ദ്രൻ. ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്നതിനെ സർക്കാർ തടയുന്നത് എന്തിനാണ്? ഭക്ഷണം കൊടുക്കുന്നവരുടെ ഐഡന്റിറ്റി അറിയുന്നതാണ് നല്ലത്. ഐഡന്റിറ്റി അറിഞ്ഞാൽ കൊടുക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ടാകും. പൊതിച്ചോർ കൊടുത്തവർക്ക് വോട്ട് കിട്ടുമെങ്കിൽ മുരളീധരൻ ഉൾപ്പെടെ സഭ കാണില്ലെന്നും കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, എന്തായാലും ഈ ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപനം വലിയ വിവാദത്തിലേക്ക് കടക്കുകയും ഇടതുപക്ഷം ഡിവൈഎഫ്ഐ അടക്കമുള്ള ആളുകൾ അതിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതിലാണിപ്പോൾ കെ സുരേന്ദ്രൻ കൂടി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? സ്വാതി, സർക്കാർ ആശുപത്രികളിൽ സംഘടനകൾ പൊതിച്ചോർ വിതരണം ചെയ്യുന്നത് തടയും എന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണത്തിനോടാണ് ഇപ്പോൾ സുരേന്ദ്രൻ വിമർശിക്കുന്നത്. സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ഇത്തരത്തിൽ പൊതിച്ചോർ നൽകുന്നതിന് എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത്? ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ പൊതിച്ചോർ നൽകിയാൽ വോട്ട് കിട്ടുമെങ്കിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും സഭ കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അങ്ങനെ അതിനെ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. മറ്റൊന്ന്, ഈ കൊടുക്കുന്ന സംഘടനകളുടെ പേര് അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി പറയുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരു ഭക്ഷണം കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ കൊടുക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി പറയുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നു. കേരളത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുമെന്നതായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ഇതിനെയും സുരേന്ദ്രൻ വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ മുമ്പ് നടത്തി അത് പരാജയപ്പെട്ടതാണ്. കോവിഡ് കാലത്തെല്ലാം തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുകയും അത് പൊളിഞ്ഞ് പാളീസാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാം എന്നുള്ളതാണ് കെ സുരേന്ദ്രന്റെ അഭിപ്രായം.